അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കോഫി കേക്കാണ്. ഓവണോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കേക്ക് തയ്യാറാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം കേക്ക് ടിന്ന് തയ്യാറാക്കാം. ഞാൻ ഇതുപോലത്തെ അലൂമിനിയം പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 1 ടീസ്പൂൺ ഓയിലാക്കിയിട്ട് എല്ലാ വശത്തും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദ ഇട്ടിട്ട് എല്ലാ വശത്തും ഒന്ന് മുട്ടിക്കൊടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലാത്തവർ ഇതുപോലെ ചെയ്താൽ മതി. ബട്ടർ പേപ്പർ ഉപയോഗിക്കുന്നവർ ഓയിൽ തടവിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്താൽ മതി. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ് എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് ആട്ടപ്പൊടിയോ അല്ലെങ്കിൽ മൈദയോ ഉപയോഗിക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ഹെൽത്തി ആയിരിക്കും. ഇനി ഇത് അരിച്ചതിന് ശേഷം നന്നായിട്ട് 1 സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു ക്ലീനായ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബൗളിൽ ഒട്ടും തന്നെ നനവൊന്നുമില്ല, നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളാണ്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നിങ്ങളെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ വിസ്കോ സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പഞ്ചസാരയായിട്ട് മിക്സാക്കി എടുക്കുക. പഞ്ചസാര മുഴുവനായിട്ടും അലിഞ്ഞു കിട്ടണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കണം. പാലെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ വെച്ച തണുത്ത പാലെടുക്കരുത്. ഇളം ചൂടുള്ള പാലാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും ഒരുമിച്ചിടരുത്, കുറച്ച് കുറച്ച് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 10 രൂപയുടെ ഒരു കോഫി പൗഡറാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനും ചേർക്കേണ്ട, പകുതി കോഫി പൗഡർ. 10 രൂപയുടെ കോഫി പൗഡർ ആണെങ്കിൽ പകുതി ചേർത്താൽ മതി. 5 രൂപയുടെ ആണെങ്കിൽ മുഴുവനും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ബാറ്റർ ഇതുപോലെയാണ് വേണ്ടത്. ഇനി ഇത് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാദാ കോഫി പൗഡർ എടുക്കരുത്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കണം. ഞാൻ ഒരു 1-1.5 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്തിട്ടുണ്ടാകും ഇതിൽ. മുഴുവന് ഇതിൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് 1-2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് മുട്ടിക്കൊടുക്കുക. ഇതിലെ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു 10 മിനിറ്റ് മുമ്പ് ഇതുപോലെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുത്ത് ഒരു 1/2 മണിക്കൂർ നേരം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കി, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. കത്തി ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒന്നുകൂടി മൂടി വെച്ച് ഒരു 5-10 മിനിറ്റ് ഒന്നുകൂടി ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. അതുപോലെ നമ്മൾ ഇത് വേവിച്ചെടുത്ത പാത്രം ഒട്ടും കരിഞ്ഞിട്ടില്ല. ഇതിൻ്റെ സൈഡ് വശം ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ കോഫി കേക്ക് ഇവിടെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റാണെന്നത്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണ്. ബീറ്ററിൻ്റെയോ ഓവൻ്റെയോ ഒന്നും ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.